ഇത് ഒരുപാട് നാളായിട്ട് എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. നമ്മുടെ ആനിവേഴ്സറി വീഡിയോ. അതിൻ്റെ കണ്ടിന്യൂഷൻ ഇടാനായിട്ട് സിജു ആയിരുന്നു കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അവൻ വർക്കിനായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ വീഡിയോസ് എനിക്ക് സെൻഡ് ചെയ്ത് തരാനൊന്നും നെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. ഇത്രയും ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇടാതെ പോയാൽ അത് ഭയങ്കര നഷ്ടമായിപ്പോവും. കാരണം എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തന്നൊരു വീഡിയോ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ എനിക്ക് കൊടുത്തിരുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആളിത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാട്ടോ. ഇതുണ്ടാ ലൈഫ് ലൈൻ ഉണ്ടാ ലൈഫ് ലൈൻ ഉണ്ടാ ഫോൺ ഫ്രണ്ടോ ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് ഇപ്പൊ വിളിക്കാം. ഇന്ന് ആലോചിക്കട്ടെ, ഞാൻ വണ്ടി ഓടിക്കാതാ. പറയടാ കുണുങ്ങി കുണുങ്ങി നടിച്ചാ മതി. എന്താടാ എനിക്ക് മോണ്ടറാ. ഞാൻ ഇച്ചയ്ക്ക് ഗിഫ്റ്റായിട്ട് ഇതാ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഫസ്റ്റ് സൈക്കിളാട്ടോ സെലക്ട് ചെയ്തിരുന്നത്. പിന്നെ ആലോചിച്ചപ്പോൾ വേണ്ട, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ വാച്ച് ആക്കാമെന്ന് കരുതി ഇതാ വരുന്ന വഴിക്ക് നമ്മൾ വാച്ച് നോക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ മനസ്സിൽ ഒരു വാച്ച് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവിടെ ഏത് നോക്കിയിട്ടും കാര്യമില്ലല്ലോ, നമ്മുടെ മനസ്സിലുള്ളതല്ലേ കിടക്കുക. അപ്പോൾ എന്തായാലും പറഞ്ഞു വേണ്ട, നമുക്ക് നാളെ ഡയറക്റ്റ് പോയി എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. തിരിച്ചതാ ഞങ്ങൾ വീട്ടിലെത്തി. വലിയ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ട് ഇതാ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. സന്തോഷം 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 5 വർഷം ഫ്ലവറൊക്കെ പ്രേമിക്കുന്ന സമയത്ത് ഫ്ലവർ ഒന്നുണ്ടാ ഇല്ല ഉണ്ടല്ലേ? അതിന് പകരം അതിന്റെ ഉള്ളൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ തുറക്കണ്ട വെച്ചാ ആ വീട്ടിൽ ഞാൻ കൊണ്ടുപോകുള്ളൂ. വെട്ടിയുടെ ആവശ്യമില്ല. കുലികളൊന്നുമില്ല. നല്ല വെയിറ്റ് ഉണ്ട്. ബുക്ക് അത് എടുത്തോളൂ, കുഴപ്പമില്ല, നമ്മൾ നോക്കില്ല. പഴയതാണത്. പഴയ ടീഷർട്ട്, ജീൻസ്, 2-3 ടീഷർട്ട്. അല്ല, ഞാൻ വാച്ച് വാങ്ങിക്കാനാ പോയത്. അപ്പൊ വാച്ച് എടുത്തില്ല. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇഷ്ടം കൊടുക്കാനുള്ളതാണ്. വിജീഷോണ്ട അത് ഞാൻ ഗോൾഡൊന്നല്ല, സിൽവർ ഗോൾഡ് ഗോൾഡ് പ്ലേറ്റിംഗ് കല്യാണം ചെയ്ത് മാത്രമേ ഉള്ളൂ. ഡയമണ്ട് നെക്ലേസ് അവിടെ പോയി നിൽക്കാം. എന്താണ് അവിടെ പോയി നിൽക്കാൻ മാലിട്ടു അങ്ങോട്ട് നിക്കടാ. നീ അവിടെ ഇട്ട് കൊടുക്ക്. ഇവെല്ലാം കാണണ്ട പോലെ നീ വലുതായിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇട്ട് കൊടുക്കടാ. ഡയമണ്ട് പിടിച്ച് കാണിക്കും. നീനെ പിടിച്ച് കാണിക്കും. നീനെ എടുത്തിട്ട് കാണിക്കും. ഇതൊന്നല്ല, തിരിച്ചു പിടിക്കും. ഇതിൽ പിടിക്കും. പോയതാ.
ഡയമണ്ട് കണ്ട കാവൊക്കെ വൈകിട്ട് ചൂണ്ടിടാൻ പോയതല്ലേ അപ്പൊ ആ ചൂണ്ടിടാൻ കല്യാണം കഴിഞ്ഞിട്ട ചൂടാ ചൂടുന്ന നീ പുറത്തുനിന്നോട്ട് വരുന്നുണ്ടാ ആ 10-15 വർഷമായില്ല കേട്ടോ ഈ സമയത്ത് കാശ് അതല്ല 10-15 വർഷമായിട്ട് വേണ്ടി കാശിന്ന് പറയില്ല ഞങ്ങൾക്ക് അറിയാമോ ഞാൻ അവിടെ വെച്ചുള്ളൂ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എപ്പോഴെങ്കിലും എടുത്തോ അത് വേണ്ടടി ഇതിന് 100% ഡയമണ്ട് 100% എന്താ പ്രശ്നം വെച്ചാല് അത് മുടിയിൽ സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഇതുള്ളതാണ് നല്ല ഇഷ്ടപ്പെടാത്തോ ഇനി ആ വലുതൊന്നും വേണ്ട അത് ഊരിക്കളയും മനസ്സിലായി അത് അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ്. ആ ഗിഫ്റ്റ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പം അത് വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും അല്ല. എങ്കിലും വെച്ച് എനിക്കിത് വാങ്ങി തന്നു. ഞങ്ങളുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായിരുന്നു. എന്താ പറയുക, മനസ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗിഫ്റ്റ് അല്ല. ഇതാ ഞാൻ എന്താ കൊടുത്തതെന്ന് കാണണ്ടേ, ഇതാ പോലീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വാച്ചായിരുന്നു കേട്ടോ ആൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് എന്നെ നോക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായി. എനിക്കിതേപ്പറ്റി കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. കല്യാൺ ജ്വല്ലറിയിൽ നിന്നായിരുന്നു കേട്ടോ ഇച്ച എനിക്ക് മാല വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാത്തിമയും ജസീലും ഇച്ചയും കൂടി പോയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യമൊക്കെ ഫാത്തിമ പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കേക്ക് അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇതുപോലെ ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഫാത്തിമയുടെ ഒരു എഫർട്ട് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ 5ാമത്തെ ആനിവേഴ്സറി ഇതാ ഇങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.